2 വർഷമായിട്ട് ഞാൻ സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ മാസം 21-ാം തീയതി നാട്ടിൽ വരാനൊക്കെ ടിക്കറ്റും കാര്യമൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ് വന്നത്. എനിക്കിപ്പം തന്നെ കാര്യമായിട്ട് എൻ്റെ മകനെ തിരിച്ചു കിട്ടുകയെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പരമാവധി ശ്രമിക്കുന്നത്. ഏതോ മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഏതോ ഒരു വ്യക്തിയുമായിട്ട് എന്തോ പ്രണയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയാളുടെ ഒപ്പമായിരിക്കാം അവൾ പോയിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. ആ മനുഷ്യൻ്റെ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തോ ഒരു സങ്കടം സഹിച്ചാണ് ആ മനുഷ്യൻ പറയുന്നത്. എൻ്റെ ഭാര്യ ഒന്ന് കണ്ടുപിടിച്ച് ആരെങ്കിലും തരുമോ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ പൊന്ന് ബ്രോ, നിങ്ങൾക്ക് എന്തിനാണ് ഇനി ഇതുപോലൊരു ഭാര്യയെ വല്ലവൻ്റെയും കൂടെ ഇറങ്ങിപ്പോയ തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയ ഇവളെയൊക്കെ ഇനി എന്തിനാണ് നിങ്ങൾ സ്വീകരിക്കുക? കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടൊരു വാർത്തയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത്. അപ്പം വീഡിയോ ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. കാരണം വേറൊന്നുമില്ല, ഇതുപോലത്തുള്ള അവൾമാർക്കും ഇതൊക്കെ ഒരു ഒരു നമ്മൾ പറയുമല്ലോ, എന്താണ് ഇനി ഇതുപോലുള്ള തീട്ട പരിപാടികൾ ചെയ്യല്ലേ, ഇതുപോലുള്ള തെണ്ടിത്തരങ്ങൾ കാണിക്കില്ലേ, ഇതുപോലെ സമൂഹത്തിൻ്റെ മുമ്പിൽ നാണം കിടണം. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായിട്ടും എല്ലാവരെയും എത്തിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ 10 പേര് ഇതുപോലുള്ള ആളുകളെ കാണുകയും ഇതുപോലെ എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ചെയ്ത് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെച്ച് നല്ല രീതിയിൽ കുടുംബത്തിലെ കെട്ടിയവന്മാരുടെ കൂടെയും ഈ കെട്ടിയവന്മാരുടെ കൂടെയും ഇനി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും രണ്ടും സെയിം തന്നെ. നമുക്കറിയാം 16 പവൻ്റെ സ്വർണ്ണാഭരണങ്ങളും എടുത്തു 9 വയസ്സ് ഉള്ളൊരു മകനെയും എടുത്തുകൊണ്ട് ഇവള് പോയിട്ട് ഒരു വിവരവുമില്ല. ഈ പാവപ്പെട്ടവൻ പ്രവാസ ലോകത്ത് കടന്നിട്ട് കഷ്ടപ്പെടുവാണ്. ഇവളെയൊക്കെ സത്യം പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ, ഇവിടെ വെറുക്കുന്ന ആളുകളല്ല ഇവനെയും ഇവളെയും. ഇവള് പോയേക്കുന്ന ഒരു മൊബൈൽ ഷോപ്പുകാരൻ്റെ കൂടെയാണെന്നൊക്കെയാണ് പറയുന്നത്. മൊബൈൽ ഷോപ്പ് ഉടമയോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സെയിൽസ്മാനോ ആരാണെങ്കിലും ഈ കാണിച്ചതെല്ലാം വെറും തെണ്ടിത്തരം തന്നെയാണ്. സത്യം പറയുവാണെങ്കിൽ ഇവരെയൊക്കെ എന്താണ് വിളിക്കേണ്ടത്? വെറും പട്ടിത്തീട്ടമെന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലുള്ള സത്യം പറഞ്ഞാൽ നമ്മളെ സിസ്റ്റം, ഞാൻ പറഞ്ഞല്ലോ, നിയമത്തിൻ്റെ സിസ്റ്റം ഉറപ്പായിട്ടും മാറേണ്ടതുണ്ട്. ഇത് GCC കൺട്രി പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇതൊന്നും പിന്നെ ആവർത്തിക്കത്തില്ല, ഒരു മനുഷ്യനും ആവർത്തിക്കത്തില്ല. ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കുന്നുണ്ട്. 3 മക്കളുള്ള ഒരാളുടെ ഭാര്യയായി ജീവിതം പ്രവാസിയായ ഭർത്താവിനെ തേച്ചുപോയി. ഇവളുടെ ഗതി അധോഗതി. 3 മക്കളുള്ള ഒരാളുടെ ഭാര്യയാണ് ഇവളെയും കൊണ്ട് പോയേക്കുന്നത്. അപ്പം രണ്ടും കണക്ക് തന്നെയാണ്. രണ്ടും 2 പേരുടെ കുടുംബമാണ് നശിപ്പിച്ചേക്കുന്നത്. ഇവള് നശിപ്പിച്ചേക്കുന്നത് ആ പാവപ്പെട്ടവൻ്റെ കുടുംബം, ഇവൻ നശിപ്പിച്ചേക്കുന്നത് 3 മക്കളുള്ള ആ സ്ത്രീയുടെ കുടുംബം. എന്താ അല്ലേ? 3 മക്കളെയും ഭാര്യയെയും ഉപേക്ഷിച്ച് ഇവൻ്റെ കൂടെയാണ് ബാലുശ്ശേരിയിൽ കാണാതായ ഷഹല ഷെറിൻ 7 വയസ്സുകാരനായ മകനെയും കൊണ്ടുപോയത്. പ്രവാസിയായ പാവ മനുഷ്യനെ വഞ്ചിച്ചത്. സ്വന്തം ഭാര്യയെയും 3 മക്കളെയും സംരക്ഷിക്കാത്തവൻ ഈ അമ്മയെയും കുട്ടിയെയും എത്ര കാലം നോക്കും? 3 കുടുംബം തകർന്ന പശ്ചാത്തലത്തിൽ എങ്ങനെ സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? കർമ്മഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. മനുഷ്യരാണോട് അധികമൊക്കെ? നീയും മനുഷ്യരല്ല, നിൻ്റെ കൂടെ ഇറങ്ങി വന്ന ഇവളും മനുഷ്യരല്ല. ആ 9 വയസ്സുള്ള ചെറുക്കനെങ്കിലും തിരിച്ചു കൊടുത്തിട്ട് പോകണം. അതാണ് അന്തസ്. ഇപ്പോൾ ഇതൊക്കെ ട്രെൻഡാക്കി വെച്ചേക്കാണ്. ഒളിച്ചോടുമ്പോഴത്തേക്ക് കുട്ടികളെയും കൊണ്ടുപോകും. അതാകുമ്പോഴത്തേക്ക് നിയമപരമായിട്ട് കേസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പറയാമല്ലോ, കുട്ടിയെ സംരക്ഷിക്കാൻ കൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയെന്ന് പറയാമല്ലോ. അപ്പം ഇതുപോലെ ഇവൾമാർക്കൊക്കെ സത്യം പറഞ്ഞാൽ പ്രവാസ ലോകത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ഇതുപോലുള്ള ആളുകളുടെ അവസ്ഥ നിങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള തെണ്ടി പരിപാടികൾ കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു വീഡിയോ വെച്ച് തരാം. ഇറങ്ങിപ്പോയ യുവതിയുടെ ഹസ്ബൻഡ് 2 ദിവസം മുമ്പ് വാർത്ത മീഡിയ ചാനലുകളിൽ കൊടുത്ത ഒരു ബയറ്റ് ഞാൻ ഇവിടെ നിന്ന് വെച്ച് തരാം. സത്യം പറഞ്ഞാൽ അങ്ങാരത് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. ആ മനുഷ്യൻ്റെ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തോ ഒരു സങ്കടം സഹിച്ചാണ് ആ മനുഷ്യൻ പറയുന്നത്. എൻ്റെ ഭാര്യ ഒന്ന് കണ്ടുപിടിച്ച് ആരെങ്കിലും തരുമോ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ പൊന്ന് ബ്രോ, നിങ്ങൾക്ക് എന്തിനാണ് ഇനി ഇതുപോലൊരു ഭാര്യയെ വല്ലവൻ്റെയും കൂടെ ഇറങ്ങിപ്പോയ തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയ ഇവളെയൊക്കെ ഇനി എന്തിനാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? ഒരു കാരണം വെച്ചാലും നിങ്ങൾ സ്വീകരിക്കരുത്. ഇവളെയൊക്കെ പറഞ്ഞു വിടുക അവളെ വഴിക്ക്. അതാണ് വേണ്ടുന്നത്. നിങ്ങൾ അന്തസ്സോടു കൂടി നിങ്ങൾ നല്ലൊരു വ്യക്തി, നിങ്ങൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. കാരണം അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. അപ്പം നിങ്ങൾ ഇവളെയൊക്കെ മുമ്പിൽ ജീവിച്ച് കാണിക്കണം. അതാണ് വേണ്ടുന്നത്. കൂടിപ്പോയ ഇവളൊന്നും എത്ര നാൾ ഇവളൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ജീവിക്കും? നിങ്ങളൊന്ന് ആലോചിക്കും. ഇതുപോലെ പോകുന്ന ടീംസിനെയൊക്കെ നമ്മൾ പിന്നെ കാണുന്നതാണ്. പിന്നെ അവരുടെയൊക്കെ അവസ്ഥ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് ചാനൽ ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഫോളോയും കൂടെ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി എനിക്ക് ഇതുപോലുള്ള വീഡിയോ ഇനിയും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതിനു മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോ അത് ഒരാൾ റിമൂവ് ചെയ്താൽ ആരാണെന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല.
പേടിച്ചിട്ട് എന്തിനാ പേടിക്കുന്നത്? സമൂഹത്തിന് മുമ്പിൽ ഇതുപോലെ വന്നിരുന്ന് നിങ്ങൾക്ക് അഭിപ്രായം പറയാമെങ്കിൽ അതിന് നമുക്കും അഭിപ്രായം പറയാൻ നമുക്കും സാധിക്കും. പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? വീഡിയോ റിമൂവ് ചെയ്യാതെ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ഡിബേറ്റ് ചെയ്യും. നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഡിബേറ്റ് ചെയ്യും. എന്തിനാണ് ഇങ്ങനെ വന്നിരുന്നത് പേടിച്ച് വന്നിരുന്നത് വീഡിയോ റിമൂവ് ചെയ്തത്? ഒരുപാട് ആളുകൾ കണ്ടേ, 3-4 ലക്ഷം ആളുകൾ കണ്ടു കഴിഞ്ഞ വീഡിയോ ആണ്. പിന്നെ നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് പിന്നെ വല്ല കാര്യമുണ്ടോ? അതൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല. കാരണം ഇതുപോലുള്ള വിഷയങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ആളുകൾ നമ്മുടെ അടുത്ത് കാണിക്കുന്ന പല പല പരിപാടികളുണ്ട്. അതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. അതാണ് പറയുന്നത്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള വിഷയങ്ങളിൽ ശക്തമായിട്ട് നമുക്ക് പ്രതികരിക്കാൻ പറ്റൂ. ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഈ വീഡിയോ പല ആളുകളിൽ എത്തിയിട്ടെങ്കിലും ഇതുപോലെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ആളുകളുടെ മനസ്സ് മാറട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഗൾഫിൽ കിടന്ന് കട്ടയടിച്ച് വെയിലത്തും മഴയത്തും പെരും മഴയത്തും വെയിലും കൊണ്ട് മഴ പിന്നെ തണുപ്പ് പിന്നെ സഹിക്കാം. പക്ഷെ ചൂടത്ത് ആലോചിച്ച് നോക്കി, അത്രയും ചൂടത്ത് കടന്ന് കഷ്ടപ്പെട്ടിട്ട് ഉള്ള പൈസ എല്ലാം നാട്ടിലേക്ക് അയച്ചിട്ട് ആ പൈസയുടെ പുറത്ത് തിന്ന് കയറ്റിയിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോഴത്തേക്ക് ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത്. ഓക്കെ, ഞാൻ ഇനി ഇവിടെ ഒരു വീഡിയോ വെച്ച് തരാം സുഹൃത്തുക്കളെ. ആ മനുഷ്യൻ സങ്കടപ്പെട്ട് പറയുന്ന ആ ഒരു കാര്യം നിങ്ങളൊന്ന് കണ്ടു നോക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ വരുമ്പോഴേ നമുക്കതൊക്കെ മനസ്സിലാവും. എൻ്റെ പേര് ജയ്സൽ. ഞാൻ കിനാലൂർ ഏഴുകണ്ടി സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എൻ്റെ ഭാര്യയും കുട്ടിയെയും വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഇന്നേക്ക് ഏതാണ്ട് 8 ദിവസത്തോളമായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിലും അതുപോലെ തന്നെ വടകര DYSPന്റെ നേതൃത്വത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വിവരമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കണ്ടുപിടിക്കാനുള്ളൊരു ഉദ്ദേശമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതിന് പോലീസ് വേണ്ട രീതിയിൽ എന്നെ സഹായിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എൻ്റെ മകൻ എവിടാന്നുള്ളത്, ഭാര്യ എവിടാന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ പ്രവാസിയാണ്. അതിൻ്റെ മുന്നേ വിവാഹം കഴിഞ്ഞ് ഏകദേശം 8 വർഷത്തോളം ഞാളങ്ങ് ഒരുമിച്ച് ഇവിടെ താമസിച്ചൊക്കെയാണ്. നാട്ടിൽ തന്നെ ആയിരുന്നു. പിന്നെ കുറച്ച് സാമ്പത്തിക വീടിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് രണ്ടാമത് ഞാൻ വിദേശത്തേക്ക് പോയത്. ഇപ്പോൾ ഏകദേശം 2 വർഷമായിട്ട് ഞാൻ സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ മാസം 21-ാം തീയതി നാട്ടിൽ വരാനൊക്കെ ടിക്കറ്റും കാര്യമൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ് വന്നത്. എനിക്കിപ്പം തന്നെ കാര്യമായിട്ട് എൻ്റെ മകനെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പരമാവധി ശ്രമിക്കുന്നത്. പക്ഷേ എന്താണ് ഇതിൻ്റെ പുറകിൽ നടന്നത്, എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ വിളിക്കുമ്പോഴോ മറ്റു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യം എൻ്റെ വീട്ടിലില്ല. വളരെ സന്തോഷപൂർവ്വമാണ് കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷമോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രവാസി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വീട്ടിലില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച ഒരാൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാനസികമായിട്ട് തകർന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് എന്താണ് സംഭവിച്ചത്, എൻ്റെ മകനെ തിരിച്ചു കിട്ടാന്നുള്ളൊരു നടപടി എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. അതിനൊരു പരിസമാപ്തിയിൽ എത്തണം എന്നൊക്കെയാണ് എൻ്റെ. കണ്ടില്ലേ, ആ യുവാവ് പറയുവാണ് ആരെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് തരുമോന്ന്. ഇനി അവളെ നിങ്ങൾ സ്വീകരിക്കില്ലേ? ആ കുട്ടിയെ സ്വീകരിക്കണം. ആ കുട്ടിയെ പറഞ്ഞു മയക്കി ആ കുട്ടിയെ കൊണ്ടാണ് പോയിരിക്കുന്നത്. ആ കുട്ടിയെ നിങ്ങൾ സ്വീകരിക്കണം. ഇനി ഞാൻ വേറൊരു വീഡിയോ കൂടെ വെച്ചുതരാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഒരു മൊബൈൽ ഷോപ്പുകാരൻ്റെ കൂടെയാണ് പോയേക്കുന്നതെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അറിവ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ കണ്ടു. അത് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം. അതും കൂടെ വെച്ചുതരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൊബൈൽ തുറക്കുമ്പോൾ നമുക്ക് പേടിയാണ്. ഇന്ന് എന്ത് വാർത്തയായിരിക്കും വന്നിരിക്കുന്നത് എന്നുള്ളൊരു ടെൻഷനാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബാലുശ്ശേരിക്കാരിയായ ഷഹല ഷെറിൻ എന്ന് പറയുന്ന യുവതിയെ കാണുവാനില്ല എന്നും പറഞ്ഞ് ഒരുപാട് വാർത്തകളൊക്കെ നമ്മളെല്ലാം കണ്ടാണ്. അപ്പം നമ്മൾ ആ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരുപാട് ദുആയൊക്കെ ചെയ്തു, പ്രാർത്ഥിച്ചു. കാരണം ആ കുട്ടിയെയും ആ കുട്ടിയുടെ കൂടെ ഒരു 7 വയസ്സുള്ള ഒരു മകനും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി ബാങ്കിൽ പോയതായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒരുപാട് അന്വേഷിച്ചപ്പോൾ കുറച്ചൊരു നിർണായക വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ യുവതി വേറെ ആരുടെ അടുത്തേക്കാണ് പോയിരിക്കുന്നതെന്നും ഉള്ള ചെറിയൊരു വിവരം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ യുവതി പോയ സമയത്ത് 13 പവൻ സ്വർണവും അതുപോലെ അവർക്കിടാനുള്ള വസ്ത്രങ്ങളും ഒക്കെ ആയിട്ടാണ് വീട്ടിൽ നിന്ന് പോയത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ആ യുവതി മനഃപൂർവ്വം തന്നെ വീട്ടിൽ നിന്ന് പോയതാണ്, അല്ലാതെ അറിയാതെ പോയതല്ല എന്നുള്ളൊരു നിഗമനമാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഭർത്താവ് ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അദ്ദേഹം പറയുന്നത് തനിക്കിപ്പോൾ കുട്ടിയെ കിട്ടിയാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹത്തിന് എന്തോ ഭാര്യയെക്കുറിച്ച് എന്തൊക്കെയോ ഒരു നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു ഏതോ മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഏതോ ഒരു വ്യക്തിയുമായിട്ട് എന്തോ പ്രണയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയാളുടെ ഒപ്പമായിരിക്കാം അവൾ പോയിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും പോലീസ് കേസ് അന്വേഷിച്ച് വരികയാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന സഹോദരിമാരോട്, നമ്മുടെ ഭർത്താക്കന്മാർ എത്ര ബുദ്ധിമുട്ടിയാണ് പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ കഴിച്ചാണ് അവരവിടെ കഴിഞ്ഞുകൂടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ആ പണിസ്ഥലത്ത് ഒരു ദിവസം നിങ്ങളെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അവിടെ ചെന്ന് അവരുടെ ജോലിയൊക്കെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അവർ എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അവർ ജോലി ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. ഭാര്യ, ഭർത്താവ്, മക്കൾ, അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് അയാൾ തന്നെ അവിടെ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മൾ സ്നേഹിക്കണം. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ദുആയും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ലാഹു തആല എല്ലാ സഹോദരിമാർക്കും നല്ല ബുദ്ധി തോന്നിക്കണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതെ, കുട്ടിയെ സ്വീകരിക്കുക. ആ യുവതിയെ ഒരു കാരണവശാലും സ്വീകരിക്കരുത്. കാരണം സമൂഹം എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഇതുപോലുള്ള സ്ത്രീകളുടെ അവസ്ഥ ഇതുപോലെ ആയിരിക്കണം. പബ്ലിക്കിൽ നാണം കാണണം. ഇതുപോലുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ ഇതൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയാതെ ഇരിക്കുന്നുണ്ടായിരിക്കാം. എല്ലാവരും പബ്ലിക്കിൽ വരണം. പബ്ലിക്കിൽ വന്നിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവം, അത് ഞാനാണെങ്കിലും പെണ്ണാണെങ്കിലും ഇതുപോലുള്ള തെണ്ടിത്തരം ആര് കാണിക്കണോ അവരുടെ എല്ലാം ഇതുപോലുള്ള മുഖംമൂടി വെളിച്ചത്ത് കൊണ്ടുവന്ന് 4 പേര് അറിയ 4 ആള് ജനങ്ങൾ കാണണം. ഇനി ഇതുപോലുള്ളൊരു സംഭവം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇപ്പം ഈ പുള്ളി പറഞ്ഞ പോലെ, വീഡിയോയിൽ ഈ പുള്ളി പറഞ്ഞതുപോലെ ഗൾഫിൽ പോയി കട്ടയടിക്കുന്ന ആളുകൾക്ക് അറിയാവും അതിൻ്റെ ബുദ്ധിമുട്ട്. നിങ്ങൾ അതറിയണമെങ്കിൽ ഒരു തവണ അവിടെ പോയി ജോലി ചെയ്യുന്ന ഓരോരോ പ്രവാസികളുടെ, ഇത് കൂടുതലും പ്രവാസികളുടെ വീട്ടിലാണ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതറിയണമെങ്കിൽ അവിടെ ചെന്ന് നിന്ന് അവർ ചെയ്യുന്ന ജോലി നിങ്ങൾ കണ്ടു നോക്കണം. ഇത് കാണേണ്ടത്. നമുക്കൊക്കെ ഇതൊക്കെ അറിയാവുന്നതാണ്. നമ്മളും പ്രവാസിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ തീരെ കുറഞ്ഞ ജോലി ചെയ്യുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ ചെന്ന് അനുഭവിച്ചു കഴിഞ്ഞാലും അത് കണ്ടാലും മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളോടാണ് ഇങ്ങനത്തുള്ള തെണ്ടിത്തരങ്ങൾ കാണിക്കുന്നത്. ഞാനിവിടെ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം, ഒന്ന് കണ്ടു നോക്കാം. നാട്ടിൽ തൻ്റെ കുടുംബവും ഭാര്യയും സുരക്ഷിതമായി ജീവിക്കണമെന്ന ഒരൊറ്റ ആഗ്രഹത്തിൽ മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ചോര നീരാക്കി പണിയെടുക്കുന്നവരാണ് ഓരോ പ്രവാസിയും. സ്വന്തം വിശപ്പും ഉറക്കവും സന്തോഷങ്ങളും മാറ്റിവെച്ച് പ്രിയപ്പെട്ടവർക്ക് നല്ലൊരു ഭാവി നൽകാൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിക്കുന്ന ആ ഭർത്താക്കന്മാരുടെ മനസ്സ് നിറയെ ഒരൊറ്റ ചിന്ത മാത്രമാണ്, എൻ്റെ കുടുംബം. എന്നാൽ ആ വിശ്വാസത്തിനും സ്നേഹത്തിനും തിരികെ ലഭിക്കുന്നത് താങ്ങാനാവാത്ത വഞ്ചനയാകുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വേദന നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്നും യുവതിയെയും മകനെയും കാണാനില്ല എന്ന പരാതിയുമായി ഭർത്താവായ ജയ്സൽ രംഗത്ത് വന്നത്. വിദേശത്തു നിന്നും താൻ സമ്പാദിച്ചുണ്ടാക്കിയ സ്വർണവും പണവും എടുത്താണ് ഈ യുവതി നാട് വിട്ടതെന്നും അതെല്ലാം നഷ്ടപ്പെട്ടാലും തനിക്ക് തൻ്റെ മകനെ മാത്രം മതിയെന്ന ഈ ഉപ്പയുടെ നെഞ്ചു തകർക്കുന്ന വാക്കുകൾ നമുക്കെല്ലാം വിഷമം തന്നെയാണ് അത് ഉണ്ടാക്കി നൽകിയത്. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നപ്പോഴും എന്താണ് ഷഹല ഷെറിനും മകനും സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. ഒട്ടേറെ പ്രവാസികളുടെ ഭാര്യമാർ ഇതുപോലെ തന്നെ കാണാതായി അന്യമതത്തിൽപ്പെട്ട പുരുഷന്മാരുടെ കൂടെയോ അർഹതയില്ലാത്ത ബന്ധങ്ങളിലേക്ക് എടുത്തുചാടി ജീവിതം നശിപ്പിച്ച കഥകൾ നമ്മൾ ഒട്ടേറെ കേട്ടതുകൊണ്ട് ഇതും അത്തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണോ എന്നുള്ളത് ഉറപ്പിക്കുവാനുള്ള യാതൊരു തെളിവും ഈ കാര്യത്തിൽ നമുക്ക് കിട്ടിയില്ല. എന്നാൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുറത്തുവരുന്നത്. ഷഹല ഷെറിൻ എന്ന ഈ യുവതി സ്വന്തം ഭർത്താവിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമുള്ള അദ്ദേഹത്തിൻ്റെ അധ്വാന ഫലം കൊണ്ട് മുങ്ങിയത് ഒരു മൊബൈൽ ഷോപ്പുകാരൻ്റെ കൂടെയാണെന്നുള്ള വാർത്ത. നിരന്തരം മൊബൈൽ നന്നാക്കണം എന്നുള്ള കാര്യവുമായി ആ ഷോപ്പിലെത്തി യുവതിയും ഷോപ്പ് ഉടമയും അഗാധ പ്രണയത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. തനിക്ക് വേണ്ടി മരുഭൂമിയിൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടു. കുറച്ചെങ്കിലും ഉളുപ്പും നാണോ മാനോ ഉണ്ടായെങ്കിൽ അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ സമ്പാദ്യമെങ്കിലും നിങ്ങൾ അവിടെ വെച്ചിട്ട് പോകണമായിരുന്നു. അയാളുടെ മകനെ കൂടെ വെച്ചിട്ട് പോകണമായിരുന്നു.
7, 8, 9 വയസ്സുള്ള മകനെ കൂടെ, അതായിരുന്നു അന്തസ്സ്, കുടുംബത്തിലേൽപ്പിച്ച് അയാളുടെ കുടുംബത്തിലേൽപ്പിച്ചിട്ട് നിങ്ങൾ പോകണമായിരുന്നു. കാരണം എന്തിനാണ് ആ കുട്ടിയും കൂടെ ഈ പറഞ്ഞിട്ടുള്ള എത്ര നാൾ ഇത് പോയി ഇങ്ങനെയുള്ള ടീംസുകൾ ഒരുമിച്ച് ജീവിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടിപ്പോയാൽ 1 മാസം, കൂടിപ്പോയാൽ 6 മാസം, അതിനുശേഷം നമ്മൾ കാണുന്നതാണ് ഇറങ്ങിപ്പോയവന്മാരെയൊക്കെ അവസ്ഥകൾ അല്ലേ. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വിഷയം കണ്ടിട്ട് പ്രതികരിക്കണമെന്ന് തോന്നിയായിരുന്നു. 2 ദിവസം മുമ്പ് ഞാൻ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോഴാണ് പ്രതികരിക്കാൻ സമയം കിട്ടിയത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.